ഇന്ന് ഞാൻ മാങ്ങക്കറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും മാങ്ങക്കറി ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഈ മാങ്ങക്കറി ഉണ്ടാക്കുക വളരെ എളുപ്പമാണ്. ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്, വേറെ കറികളൊന്നും വേണ്ട. അപ്പോൾ നമ്മൾക്ക് തുടങ്ങുന്നതിന് മുന്നേ ആദ്യം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളൊരു ബെല്ല് കാണും, ആ ബെല്ലും ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഒരു ഓൾ എന്ന് കാണും, ആ ഓളും ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇത് ചെയ്യണത് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനാണ് ഇത് ചെയ്യണത്. ഇനി നമുക്ക് തുടങ്ങാം. ഇപ്പൊ മാങ്ങ മാത്രം ഉണ്ടായാൽ മതി. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാം. ഇപ്പൊ എനിക്ക് ചെറിയ പച്ച മാങ്ങയാണ് 3 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ചെറുതാണ്. 3 മാങ്ങയാണെങ്കിലും ഒരു മാങ്ങയുടെ വലുപ്പം അതിനുള്ളൂ. അപ്പം ഈ മാങ്ങ കൂടുതൽ പുളിയാണെങ്കിൽ അധികം ചേർക്കണ്ട. പുളി കൂടുതലായാല് ഈ മാങ്ങക്കറിക്ക് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഈ 3 മാങ്ങ തൊലി കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 1.5 ടീസ്പൂൺ. നിങ്ങളുടെ കയ്യിൽ ഇനി ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ, എന്റെ കയ്യിൽ ഇല്ല, കഴിഞ്ഞു പോയി. നിങ്ങളുടെ കയ്യിൽ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ള് ചേർക്കാം ഈ സമയത്ത്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, സബോള 1, പച്ചമുളക് 2 എണ്ണം, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത്, പിന്നെ വേപ്പില. ഇതെല്ലാം കൂടിയിട്ട് ഈ മാങ്ങയുടെ കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്യരുത്, കൈ കൊണ്ട് മിക്സ് ചെയ്യണം. എന്നാലാണ് ആ ഇഞ്ചിയിലും സബോളയിലുള്ള ഇതും മസാലകള് അതിന്റെ ഒരു നീര് ഇതിൽ കിട്ടാനായിട്ടാണ്, അതിന്റെ ഒരു ജ്യൂസില് അത് കിട്ടാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോ ഇത് മിക്സ് ആയി കഴിഞ്ഞു. നമുക്കിനി അധികം നേരം ഇത് വെക്കേണ്ട ആവശ്യമില്ല, നമുക്കിത് വേഗം തന്നെ കറിയാക്കാം. അപ്പൊ തേങ്ങാപ്പാല് 1ഉം 2ഉം പാല് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ 2ാം പാല് ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കാം. മാങ്ങ ഉടയാണ്ട് നോക്കണം. ഇത് വറ്റി തുടങ്ങുമ്പോ തന്നെ 1ാം പാല് ഒഴിക്കാം. കറി അധികം തിക്കാവണ്ട, കുറുകാണ്ട് നോക്കണം. നമ്മള് 1ാം പാല് ഒഴിച്ച് വേഗം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയാലും പാത്രം ചൂടുള്ള കാരണം കൊണ്ട് പിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ മാങ്ങക്കറി വെന്ത് കഴിഞ്ഞു. ഇനി കടുക് പൊട്ടിച്ച് നമുക്ക് താളിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇടാം. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഉലുവ ഇടാം. കുറച്ച് ഉലുവ ഇടാം. ഉലുവ കരിയാണ്ട് നമ്മൾ വേഗം തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഉലുവ കരിയാണ്ടിരിക്കാനാണ്. ഇനി നമുക്ക് വേപ്പിലയും ഉണക്കമുളക് ഇടാം. നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നിങ്ങൾ ഉലുവ ഇടാൻ മറക്കണ്ട. ഈ ഉലുവ ഇടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കറിക്ക്. അപ്പൊ നമ്മുടെ മാങ്ങക്കറി റെഡി. പലരും മാങ്ങക്കറി ഉണ്ടാക്കുക, പല ടൈപ്പിലാണ് മാങ്ങക്കറി ഉണ്ടാക്കുക. ഇതെന്റെ മമ്മി ഉണ്ടാക്കാറുള്ള ഒരു മാങ്ങക്കറിയാണ്. മമ്മിയുടെ മാങ്ങക്കറിയൊക്കെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ എന്തായാലും ഇത്ര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മാങ്ങക്കറിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മാങ്ങക്കറിയും ഇതിന്റെ കൂടെ പപ്പടം കൂട്ടി ചോറുണ്ടാല് ഊണ് കുശാലായി. അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. വീഡിയോ കണ്ടാലും മിക്കവരും ലൈക്ക് ചെയ്യാറില്ല. ഈ ലൈക്കൊക്കെ എനിക്ക് വളരെ കുറെ പേര് വീഡിയോ കാണുന്നുണ്ട് കേട്ടോ, പക്ഷെ ലൈക്ക് കാണാറില്ല. ഈ ലൈക്കൊക്കെ കിട്ടുന്നത് എനിക്ക് വളരെ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിടുന്ന വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ സംസാരത്തിലോ കുക്കിങ്ങിലോ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് അറിയിക്കണം. അപ്പോൾ എനിക്കതൊക്കെ ഇഷ്ടമാണ്. എനിക്ക് നല്ലൊരു മോട്ടിവേഷനാണത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.